ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അച്ചിങ്ങ പയർ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഇതുപോലൊക്കെ നമ്മുടെ നീളം പയറുണ്ടല്ലോ, അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കരിഞ്ഞു വെച്ചിട്ടുണ്ട്. എപ്പോഴും നല്ല കിളുന്ത പയർ നോക്കിയെടുക്കാൻ നോക്കണം, കാരണം മുറ്റിയ പയറാണെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്, വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ടേച്ചാൽ മതി. പിന്നെ ഒരു 3 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളിയും, ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് നമുക്ക് ചതച്ചെടുക്കാനുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലോട്ട് നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതിലേക്ക് ഒരു പൊടിയോളം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി ഒരു വെള്ളം കൂടെ ഇതിലേക്കൊന്ന് കുടഞ്ഞൊഴിച്ച് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഈ പയർ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊടിയോളം വെള്ളം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5-6 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പയർ ഇതുപോൾക്ക് ആയി വന്നിട്ടുണ്ട്. ഇത്തിരിയൂടെ അവിടെ ഇവിടെ കുറച്ച് വെള്ളമുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും മുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി വെക്കാം. എല്ലാം കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കാം. പയറിന് ഇത്തിരി വേവുണ്ട്, അതുകൊണ്ടാണ് ആദ്യം ഇതിങ്ങനെ അടച്ചു വെച്ചത്. ഒരു 5 മിനിറ്റ് കൂടെ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത വെള്ളമൊക്കെ അതുപോലെ നല്ലതായിട്ട് വറ്റി, അതുപോലെ തന്നെ പയറും നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്തിരി കൂടെ നമുക്കൊന്ന് മുരിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി കൂടെ ഒരു എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അതിന് ഒരു പൊടിക്കോളം ഉള്ളൂ എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് മുരിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിനി അടച്ചൊന്നും വെക്കണ്ട, ഇതിങ്ങനെ തന്നെ ഇട്ട് നല്ലതായിട്ട് മൊരിയിച്ചെടുത്ത് വെച്ചാൽ മതി. ഈ സമയം നമുക്ക് ഉപ്പൂടെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള അച്ചിങ്ങ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. നമ്മളെന്തായാലും പറഞ്ഞാൽ കൊച്ചുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഇതിന് ഇത്തിരി കൂടെ ഒരു ടേസ്റ്റ് ആവും. കൊച്ചുള്ളി ഇടാതെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, അങ്ങനെയും വേണമെങ്കിലാക്കാം. ഇത് കൊച്ചുള്ളി ഇടുന്നത് ഒന്നുകൂടെ ഗുണമാണല്ലോ, നമുക്ക് കൊച്ചുള്ളിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് രുചിയോടെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.